നിന്റെ മമ്മിക്ക് ഇത് എന്തിന്റെ കേടാണ്? തൊണ്ടയ്ക്ക് ഒന്നാമത് വയ്യ, എന്നിട്ട് ഐസ്ക്രീം മുഴുവൻ വാരി വലിച്ച് കഴിച്ചിട്ട് ഇപ്പൊ ശബ്ദം മുഴുവൻ പോയി കിടക്കണം. അപ്പൊ എന്താ ഐസ്ക്രീം വാങ്ങിച്ചേ? ബെസ്റ്റ്. നീയല്ലേ ഇന്നലെ പറഞ്ഞത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട്? എനിക്ക് ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ചോക്കോബാറോ വാങ്ങാനല്ല ഞാൻ പറഞ്ഞത്. ഇത് 2 പാക്കറ്റ് ഫാമിലി ഐസ്ക്രീം വാങ്ങിച്ചിട്ടൊന്നും എന്തിനാ? എനിക്ക് ആഗ്രഹം തോന്നി, എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഒരു പപ്പ കഴിച്ചാ? എവിടെ വല്ല ചോക്ലേറ്റ് ഐസ്ക്രീം കൊണ്ടുവന്ന് പറഞ്ഞാൽ നിന്റെ മമ്മീനെ അറിയില്ലേ? രാത്രി മൊത്തം വാരി വലിച്ചുകൊണ്ട് കഴിച്ചു. ആ, അത് പപ്പ രാവിലെ ഉണ്ട് ഐസ്ക്രീം മൊത്തം കഴിക്കുമെന്ന് പേടിച്ച് മമ്മി മൊത്തം കഴിച്ചായിരിക്കും രാത്രി. പിന്നെ ഉണ്ടോ എന്താ അപ്പ ചീത്ത വിളിക്കുന്നതിന് ഒരു കുറവില്ല. നിനക്ക് എന്തെങ്കിലും മനസ്സിലാവണം? ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? അപ്പൊ ഇന്നലെയൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു, ശബ്ദത്തിൽ നിന്നായിരുന്നു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് വായുന്ന് ഞാൻ എന്താ പറഞ്ഞു മനസ്സിലാക്കാന്? എന്താണെന്ന്? ഇത് എന്റെ ഫോണാണല്ലോ. ഫോൺ തുറന്നു കൊടുക്കാനാ? അപ്പ തുറന്ന് കാണിച്ചു കൊടുക്കാനാ? തുറന്നു നോക്കാനാ? അയ്യോ അല്ല, പാവം. ഇത് ചീത്ത പറഞ്ഞൊന്നുമല്ല, എനിക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ അറിയിക്കാൻ വേണ്ടി വന്നാണ് എന്റെ ഫോൺ എടുത്തിട്ട്. അല്ലേ ഇതെന്താ സംഭവം അറിയോ? എന്ത്? പപ്പ ഐസ്ക്രീം വാങ്ങിച്ചില്ലേ, അതിനെന്താ പറയാ? ആ മമ്മിക്ക് വയ്യാങ്ങിട്ട് എന്തിനാ പപ്പ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കൊടുത്ത? അതിനാ ബെസ്റ്റ്. വാരി വലിച്ച് കഴിച്ചിട്ട് എന്നെ പറയേ. പോ പോ പോ. ഫോൺ തുറന്നു നോക്കി. എന്താ കോള് വന്നെന്ന് പറഞ്ഞല്ലോ. അത് എന്തറിയോ, ആരാ നോക്കാനാ? ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അത്ര അല്ല, ഓഫീസിൽ നിന്ന് ജസ്റ്റ് ഒരു കോള് വന്നു. വൈകാണ്ടിയാ? വൈക എന്ത് വെറുതെ വട്ട് പറയണെന്ന്? അതെ, വൈകയ്ക്ക് ഓഫീസിന്റെ കാര്യം എന്തോ പറയാനുണ്ടായിരുന്നു, അതിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അതിപ്പോ എന്നെ പിന്നെ ഫോൺ എടുത്തപ്പോ ഇവളല്ല ഫോൺ എടുത്തത്. പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായിണ്ടാവില്ല, തിരിച്ച് എന്നെ വിളിച്ചു. മമ്മി വൈകാന്തി പപ്പയുടെ കീഴിൽ ജോലി നാളല്ലേ, അപ്പൊ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചായിരിക്കില്ലേ? അതിനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഓഫീസിലെ കാര്യത്തിന് വിളിച്ച് കഷ്ടപ്പെടണ്ട. നീ പോയി വല്ല ചൂടുവെള്ളം നീ കഴിക്കും. ഇത്രയും ഐസ്ക്രീം തിന്നിട്ട് സൗണ്ട് മുഴുവൻ പോയി കിടക്കണം. നീ വല്ല ചൂടുവെള്ളം എടുത്ത് കുടിക്ക് പോവുള്ളൂ. റെസ്റ്റ് എടുക്കും മമ്മി. ജീവിയുടെ വീഡിയോ പറഞ്ഞോണ്ടിരിക്കുന്നു. ഐസ്ക്രീം തലയ്ക്കും ഭ്രാന്തായ? എക്സ്ക്യൂസ് മീ, ഇതെന്താ സംഭവം? അല്ല, അത് വൈകി വിളിച്ച് ഓഫീസിലെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും നാച്ചുറലി. ഇപ്പൊ അമ്മ എടുത്തപ്പോ മനസ്സിലായില്ല, മമ്മി ആരും സൗണ്ടും ഇല്ലല്ലോ. അപ്പൊ എന്റെ അടുത്ത് ഞാൻ വിളിക്കുമ്പോ കാര്യം പറയായിരിക്കും. സത്യമാണോ? സത്യമായിട്ട് ഐ ആം എ ജെന്റിൽമാൻ. ജെന്റിൽമാന്റെ കഥയൊക്കെ മമ്മി പറഞ്ഞിട്ടുണ്ട് കോളേജിലെ ഓരോ ലീലാവിലാസങ്ങൾ. അതെന്ത് കോളേജിൽ പഠിക്കുമ്പോ എല്ലാവർക്കും ചെറിയ ചെറിയ തമാശകളൊക്കെ അതല്ലേ. സൂക്ഷിച്ചാ പപ്പയ്ക്കുള്ള, അല്ലെങ്കിൽ അടുത്ത സൗണ്ട് പോകുന്നത് പപ്പയുടെ ആയിരിക്കും. എന്തിനെന്നാ ഞാൻ പറഞ്ഞു തരണ? എന്നാലും ഞാനിത് എവിടെയാണ് വെച്ചത്? ഇവിടെ വെച്ചതായിട്ടാണല്ലോ ഓർമ്മ. ഇതൊരു മറവിയാണ്. ബാലു, ബാലേ, എന്താ അച്ഛൻ എവിടെടാ? അച്ഛൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി പോയി കുറച്ചു മുമ്പ്. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ഈ മേശയുടെ ചാവിയേ ഇവിടെ വെച്ചിരുന്നു, അത് കാണില്ല. സാധാരണ ഇവിടെ കട്ടിലടിയിലൊക്കെ നോക്കിയടേ, അവിടെ ഇല്ല. ഇല്ലേട്ടാ, അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ കാര്യം അച്ഛനെ വിളിക്കും. സിമ്പിൾ കാര്യമല്ലേ ഇതൊക്കെ. ആദ്യം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? എന്ത് മറവിയാണ് എനിക്ക് ഇപ്പോഴായിട്ട്. എടുക്കണില്ല. അല്ലെങ്കിൽ എടുക്കുവോ? എവിടെങ്കിലും തിരക്കി നിൽക്കുമായിരിക്കും. പിന്നെ ഇവിടത്തെ കളക്ടറാണല്ലോ തിരക്ക്. ഈശ്വരാ, ഇപ്പൊ എന്തിനാണ് മേശയുടെ ചാവി? അല്ല, ഞാൻ വീട്ടിൽ പോയപ്പോഴേ അവിടെ കരമടച്ചത് ഞാനാണ്. അപ്പൊ കരമടക്കാൻ പോയിട്ട് ഞാൻ എന്റെ ബാഗിൽ വെച്ച് അതിങ്ങ് കൊണ്ടുവന്നു. പിന്നെ അത് അമ്മ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് വേണമെന്ന് പറഞ്ഞു അത്യാവശ്യമായിട്ട്. അപ്പൊ കൊടുക്കാൻ വേണ്ടി മേശ തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും മേശ ഇറങ്ങിയില്ല. കുത്തു തുറക്കട്ടാ? പിന്നെ ആട്ടെ ചവിട്ടാൻ കയറി ഞാൻ. എടാ കേശു, നിന്റെയിലാണോ ഞാൻ ഈ കീ തന്നത്? അതാ കിടക്കണം. എന്റെ തന്നെങ്കിൽ എനിക്ക് ഓർമ്മ കാണൂല അമ്മ. ഇത് അച്ഛന്റെ തന്നെ ആയിരിക്കും കൊടുത്തത്. അച്ഛനെല്ലായിരിക്കും. എന്റെ തന്നിരുന്നെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചനെ. ആ കൊച്ചി സൂക്ഷിച്ച് വെച്ചേനെ. അതാണ്, കൊച്ചിന്റെ കൊടുത്തില്ല, അതാണ് പ്രശ്നം. എന്റെ ഫോൺ ബലടിക്കണ്ട. അമ്മ, ഈശ്വര കേക്കായി പച്ച. ആ ഹലോ അമ്മ. അപ്പൊ ഞാനേ അത് ഈ മറ്റേ എന്ത് പേപ്പറാ, കരടിച്ച പേപ്പർ ഞാൻ മേശക്കകത്ത് വെച്ചിരുന്നേ. പക്ഷെ ആ മേശക്ക് ഈ കാണില്ല അമ്മ. അല്ല, ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഉണ്ടാവും, എടുത്തു തരാം. അമ്മ എന്റെ പൊന്നമ്മ, അച്ഛനോടൊന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറ. ആ കീ ഇട്ടില്ലെങ്കിൽ പൊളിച്ചിട്ടാണെങ്കിലും തരാം. അല്ല പിന്നെ ശരി, വിളിക്കട്ടാ?
വിളിക്കിനി. മാവിന്റെ വീട്ടിൽ അല്ല മാങ്ങൻ തല വീഴും, കിളിയും പോവും. പണ്ടേ കിളി പോയാണ്. അയ്യോ ഹലോ, എന്തൊറ്റക്ക് പണക്കോ? എന്റെ അടുത്ത് പണക്കമില്ലേ? ശത്രുവാ? ഇല്ല, നമ്മളമ്മ പണക്കമില്ല. ആ മിണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു പണക്കമായിരിക്കും. എന്ത് കാര്യം? എന്ത് ഒന്നുമില്ലേ? സൗണ്ട് പോയ എങ്ങനെ? ഐസ്ക്രീം കഴിച്ചിട്ട്. എന്റെ കാര്യം ഇത് പാറക്കുട്ടി കാര്യം കഷ്ടമാണല്ലോ. ഐസ്ക്രീം വലി കരുതുന്ന മോളാ പിന്നെ കുറച്ച് കഴിച്ച്. ആ അല്ല, എന്നാലും മുഖത്തൊരു വിഷമം. എന്തോ പ്രശ്നം ഉണ്ടായില്ലേ? സൗണ്ട് പോയാലും പപ്പയായിട്ട് അടിയിടയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഘുമാരുടെ അടി ഉണ്ടാക്കിയാ? എന്തിന്? പറയട്ടെ. ആ രാവിലെ ഫോൺ വന്ന് പപ്പയ്ക്ക് ഒരു കോള് വന്ന്. ആ അപ്പൊ മമ്മിയാണ് എടുത്തത്. ആ അവിടുന്നുള്ള കാര്യങ്ങൾ മമ്മിയാ കേട്ടത്. എന്തോ കാര്യം? വൈകാന്തിയാ വിളിച്ചത്. യാത് വൈകാ? ഓഫീസില് പപ്പയുടെ കസിൻ. എന്റെ അമ്മോ, അപ്പോഴേ സൗണ്ട് വരുമ്പോ ഇങ്ങോട്ട് പറഞ്ഞ് ഒത്തീർപ്പാക്ക്. ഈ കാര്യത്തിൽ ഞാൻ ഇടപെടും. ഞാൻ പോണു. സത്യം പറഞ്ഞ ഫിസിൽ വിഴിഞ്ഞോലെ ഇരിക്കുന്നു. സൗണ്ട് കോംപ്രമൈസ് ഞാൻ ആക്കൂല. ഈ കേസിൽ ഞാൻ കോംപ്രമൈസ് ഇല്ല. പിന്നെ വരാം കേട്ടാ. ഇതേ സത്യം പറഞ്ഞ എന്താ ചലപ്പ് തന്നു. രണ്ടുപേരും ഐസ്ക്രീം നീലും കൂടെ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ഇത് ചെവിയായിട്ടിരിക്കുക. സ്വസ്ഥത. ഓ പിന്നെ ചേട്ടാ, ഇത് സൗണ്ട് ചെയ്തിട്ട് ഞാൻ വരാം. സൗണ്ട് വന്നിട്ട് രാംകുമാരത്ത് സംസാരിച്ചിട്ട് ഞാൻ ഒത്തീർപ്പാക്കാം. ഇങ്ങോട്ട് കയറി വന്നേ. ഇതിന് മാത്രം ഒരു കുറവില്ല. എന്താ ഇല്ലേ വെള്ളറേ അമ്മോ, ചൂടുകാലം ആയില്ല. എന്നിട്ട് എന്തൊരു ചൂട്. അപ്പൊ ചൂടുകാലം വരുമ്പോഴാ ഇതിനേക്കാൾ ചൂടായിരിക്കും. വെള്ളം എറേ കുടിക്കാ. ചൂട് തുടങ്ങി. അയ്യോ, ഐസിട്ടുള്ള പറഞ്ഞത്. ഐസിട്ടുള്ള പറഞ്ഞത്. ആ ചൂടത്തുനിന്ന് കയറി വരല്ലേ? പൈസ ഉള്ളല്ലോ തരണ്ടേ. ഐസ് വെള്ളോ? ഇതിനെ തൊണ്ട കാലെടുത്ത് ചുമയും പയ്യൊക്കെ പിടിക്കുക. ഇത് തിളച്ച വെള്ളം അത് തണുപ്പിച്ച് ചൂടാറ് ആക്കി കൊണ്ടുപോവാ. ചൂട് വെള്ളം തണുപ്പിച്ച് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പോയി എടുത്തിട്ട് വാങ്ങി പോ. എനിക്കിപ്പോ സൗകര്യം ഇല്ല. നിങ്ങക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയി എടുത്ത് കുടിക്കും. ഏത് വെള്ളം വേണമെന്ന് വെച്ചാ. എങ്ങനെ ഇങ്ങനെ കണ്ണിച്ചോര വരുമാനം കഴിയുന്നത്? ഇല്ല, കണ്ണിച്ചോരയില്ല. എനിക്കിപ്പോ കണ്ണിച്ചോരയില്ല. ആ മേച്ചയുടെ കീങ്ങടന്ന് ഇടലുണ്ട്. നിങ്ങളല്ലേ ഞാൻ തന്നത് ആ കാട്ടിന്റെ അടിയിലോട്ട് ബെഡിന്റെ അടിയിലോട്ട് വെക്കെന്നും പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി ഞാൻ ആ മേശ പൂട്ടിയിട്ട് അതിന്റെ കീ നിങ്ങളെ കൈ തന്നിട്ട് പറയാൻ ബെഡിന്റെ അടിയിലോട്ട് വെച്ചോളാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എന്ത് ചെയ്ത്? എനിക്കറിയില്ല. ബെഡിന്റെ അടിയിൽ എന്തായാലും സാധനം ഇല്ല. കേശുവിനെ വിളിക്കണ എന്തിന്? എനിക്ക് അവന്റെ കൊടുത്തൊന്നു. ഞാനല്ലേ കൊടുത്തു. അവന്റെ കൊടുത്തിട്ടില്ല. ഞാനും അവനും കൂടെയാണ് ബെഡിന്റെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ തപ്പാൻ ഇനി സ്ഥലമൊന്നുമില്ല ഇവിടെ. ഞാൻ ഇവളെനിക്ക് താക്കോല് വന്ന്. അത് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. ആ താക്കോല് ഞാൻ നിന്നെ ഏൽപ്പിച്ചു. ഒച്ചക്ക് നിന്നെ ഏൽപ്പിച്ച്. കൊള്ളാല്ലേ? ഞാൻ തിരിച്ച കൊച്ച അച്ഛൻ താക്കോല് മറന്നുപോകാൻ. ഞാൻ കൊച്ചു വെച്ചാൽ ആവശ്യമില്ല പറയാൻ. താക്കോൽ എവിടെ കൊണ്ടേ കളഞ്ഞിട്ട് അവന്റെ പുറത്തോണ്ട് വെക്കാണ്. പിന്നെ കളയാനുമില്ല. നീ എനിക്ക് താക്കോല് വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ താക്കോൽ ഞാൻ എവിടെ കൊടുത്തു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ താക്കോൽ എവിടെ നിന്റെ ചോദിച്ചത്? അത് തന്നെ. അച്ഛാ കളയെന്ന് പറയാ. കൊച്ചാണ് നോക്കുന്നത്. പിടിച്ച് നേരിട്ട് കളയും കേട്ടോ. കൊച്ചിനെന്തിനാ ഞാനത്? കൊച്ചുള്ള കാര്യമല്ല പറഞ്ഞ. കളഞ്ഞെങ്കിൽ കളഞ്ഞെന്ന് താക്കോല് പറഞ്ഞ ഓർമ്മിക്കടാ. താക്കോല് താഴ്ച അങ്ങോട്ട്. താക്കോല് താവാലു. ഞാൻ ഓർമ്മിച്ചു. ഞാൻ നിന്നെ തന്നു. ഇപ്പൊ എന്തായാലും ഇപ്പൊ ആരുടെ കയ്യിൽ ഇല്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഒരു മേശയിൽ വിളിച്ചിട്ടുണ്ടോ? അത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് തുറക്കാം. വെട്ടിപ്പൊളിക്കാമ്മ. അച്ഛൻ വീക്കെങ്കിലും ഞാൻ വെട്ടിപ്പൊളിച്ചാൽ നിന്റെ അച്ഛൻ മേടിച്ചോ മേശ. അല്ല സോറി, ഞാൻ അവിടെ ഇരിക്കല്ലേ. ഞാൻ മേശയിൽ നിന്ന് വിളിക്കണ്ട. ഞാൻ തുറന്നു തരാം. എങ്ങനെ തുറക്കും? ഞാൻ അവിടെ ഇരിക്കല്ലേ. ഞാൻ ഇരിക്കുമ്പോ വേണ്ട വേണ്ട വേണ്ട. ആ മേശ നശിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങളൊരു മേശയെ വിളിക്കാൻ നോക്ക്. അമ്മക്ക് അപ്പൊ റെസിപ്പി വേണ്ടേ? റെസിപ്റ്റ് നീ ഇപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞ അമ്മ അത് വേറെ പ്രിന്റ് എടുത്തെന്ന് പറഞ്ഞു അവിടുത്തെ. വാടക നീ നോക്കുമ്പോഴൊക്കെ നോക്കാം.
നീ അല്ല നീ ഇവിടെ ഇല്ലേ നീ ഇവിടെ വാ നീ ഇവിടെ ഇല്ല നീ അങ്ങോട്ട് റൂമിനകത്ത് കയറി വന്നപ്പോ നീ ആ മേശ പൂട്ടി താക്കോൽ ഇവിടെ വെച്ചാണ് എന്റെ കൈ തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ കഴിച്ചിട്ടൂടാ വാടാച്ചോട്ട് മക്കളെ ഇത് സൂക്ഷിച്ചു വെക്കണട്ടാ. താക്കോലോടെ താക്കോലെവിടെ? എന്റെ പൊന്നച്ഛ അച്ഛൻ ചുമ്മാ കളിക്കില്ല കേട്ടോ. അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞ നമ്പർ അടിക്കാതെ താക്കോലിങ് എടുക്കും. താക്കോലോടെ താക്കളോടച്ചാ അത് കൊള്ളാല്ല. ഞാൻ ഇപ്പൊ താക്കോൽ അങ്ങോട്ട് വെച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീട്ടിൽ കൊണ്ടിരിക്കണം. ഇവിടെ വന്ന് ആ പഴയ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ചാലെങ്കിലും ബോധം വരട്ടല്ലോ എന്ന് പറഞ്ഞാണ് നിന്നെ കൊണ്ട് ഇവിടെ കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇത്രയല്ലേ ഉള്ളൂ. അമ്മ അച്ഛന്റെ താക്കോലെന്ന് അച്ഛൻ എവിടെ കൊടുത്താ എവിടെ കൊടുത്താ കൈകളി വാങ്ങി കേട്ടോ. ഞാൻ എന്താ കൊച്ചു പപ്പിന്റെ താക്കോലാപ്പിക്കണത്? എന്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റത്തില്ലേ. വരി ആ പോരെ എന്തായി വാ. ഇടിക്കണോ പിന്നെ ഉമ്മക്കണോ? അയ്യേ എന്താന്ന് മമാർ ഞാൻ പോട്ടെ അങ്ങോട്ട്. പിന്നെ എന്താണ് ഉമ്മ അല്ല മായിക്ക് മായിച്ച് നിന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. പിന്നെ പറ കേക്കട്ടെ പറ വിശേഷം കേക്കട്ടെ. ഇവരൊക്കെ പറഞ്ഞു വിട്ടേക്കാൻ. ആഹാ നിങ്ങളൊക്കെ പോവാൻ ഏറ് വിഴിഞ്ഞ എന്ത് വല്ലാത്ത ശബ്ദം മൊത്തം പോയല്ലേ? ഐസ്ക്രീം കഴിച്ച് തൊണ്ടയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോ ഐസ്ക്രീം പോയി കഴിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മൊത്തം പോകുമെന്ന്. പോയില്ലേ ഇപ്പൊ എല്ലാം. കിളി പണ്ട് നമ്മൾ ലവ് ബേർഡ്സ് വളർത്തിയപ്പോ ഇതേപോലത്തെ പല സൗണ്ടുകൾ. സത്യം കേട്ടെ ഏതെങ്കിലും ലവ് ബേർഡ്സ് അങ്ങനെ വാർന്ന് ഒഴുകി കടന്നപ്പോ ഒഴുകി പോയോ ഭാഗത്തോട്ട്? ഇത്രയും പക്ഷി മൃഗാദികൾ ഉണ്ടായിരുന്നു അകത്ത്. മക്കളാ ഇത് വാടാ നമുക്ക് പോടാ. എന്താ വെച്ചാ പറ അപ്പൊ പറഞ്ഞു. പാറ പോണില്ലേ? പറഞ്ഞുള്ളൂ. അല്ല കുഞ്ഞു പോയിക്കോ അപ്പുറത്ത് പോയിരുന്ന് പഠിച്ചോ. ഞാനൊന്നുമില്ല. പോയിക്കോ ചെല്ല്. അമ്മ വരാൻ കൊണ്ട് പോയിക്കോ ചെല്ല്. കൊലാന്നോ പറ. കരയണ നോക്കാൻ വൈകിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നല്ലേ? നിങ്ങൾ രണ്ടുപേര് പീഡിപ്പിക്കുമെന്നാ? അയ്യോ അങ്ങനെയൊക്കെ പറയോ? നിങ്ങൾ ബന്ധുക്കളല്ലേ അത്? ഇതാണ് കുടുംബക്കാരെ നമ്മൾ ജോലി കേട്ടിരുന്നെന്ന് പറയണത്. ഇപ്പൊ സമാധാനമായോ? കൊല്ലുവോ? വേർപെടുത്തു എന്ന് പറഞ്ഞോ? റാമിന്റെ റിലേഷൻ ആണ്. റാമിന്റെ റിലേഷൻ ആണെങ്കിലും ഹൈമന്റെ റിലേഷൻ ആണെങ്കിലും ഇപ്പൊ സമാധാനമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തു തരണോന്നാ? നോക്കാം. എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് വിഷമിക്കണ്ട. ഇതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് എന്തെങ്കിലും വഴി കാണാം. റാമിനെ വിളിക്കാം. രാംകുമാറേ നീലോ എന്ത് അല്ല വൈകാന്നും പറഞ്ഞ നിങ്ങളെ ഓഫീസിലെ പെണ്ണില്ലേ റിലേറ്റീവ്? ആ കുട്ടി വിളിച്ചിരുന്നോ? വിളിച്ചപ്പോ ഹൈമയാണ് ആദ്യം എടുത്തത്. അപ്പോ ഹൈമ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ട് എന്താ പറയണത് കേട്ടിട്ട് അവസാനം മൊത്തം അടിപിടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് മൊത്തം ഈ സൗണ്ടില്ലാത്ത സൗണ്ട് കൊണ്ട് ചണ്ട ഓടിക്കൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങൾ തമ്മിൽ ഫോൺ വിളിക്കുവോ? അതാണോ? നിങ്ങൾ തമ്മിൽ എപ്പോഴും ഫോൺ വിളിക്കലുണ്ടെന്നാ പറയണേ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞത് ആ കൂടി പറഞ്ഞത് ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. മറ്റേ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറയാം. അവര് ഫോൺ വിളിച്ചിട്ട് ഓഫീസിലെ കാര്യമല്ല പറഞ്ഞത്. അവര് പറഞ്ഞത് അവര് പറഞ്ഞു വിട്ടല്ലോ ജോലിന്ന്. അതിന് പകരമായിട്ട് നിങ്ങളെ രണ്ടുപേരും തമ്മിൽ തെറ്റിച്ച് പിരിക്കുമെന്ന് അവര് പറഞ്ഞെന്ന്. അങ്ങനെ പറയൂ? അവരങ്ങനെ പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞ അവരെ വെറുതെ വിടല്. അല്ല എന്നാലും വൈക അങ്ങനെ പറയുന്ന എനിക്ക് വൈകയാണോ വിശ്വാസം? നിങ്ങളെ കെട്ടോളാണോ വിശ്വാസം? അങ്ങനെ ചോദിക്കുമ്പോ അത് എങ്ങനെ ചോദിക്കുമ്പോ പപ്പ പറ, മമ്മിയാണോ വിശ്വാസം വൈകി തന്നെയാണോ വിശ്വാസം?
ഹൈമേനാണ് വിശ്വാസം. അപ്പൊ പിന്നെ അവര് പറഞ്ഞ് ഹൈമ പറഞ്ഞെന്താ വിശ്വസിക്കാത്തെ? അല്ല എന്താ വിശ്വസിക്കാത്തെ? അല്ല ഹൈമ ചിലപ്പോ ഇനി കള്ളം അല്ല പറയാ. ഓ അപ്പൊ മമ്മി കള്ളം പറയുന്നതാണോ പപ്പ? ഇല്ല 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 അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അത് പറഞ്ഞ അടി കൂടണ്ട. വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ നല്ല സന്തോഷത്തോടെ പോണ ഒരു ഫാമിലി അല്ലേ, എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ വല്ലവർക്കും വേണ്ടിയിട്ട്? ശരി ഞാൻ അടി കൂടൂല. ഹൈമ ഇത് പറഞ്ഞിട്ട് നീ ശബ്ദം വന്നു കഴിയുമ്പോ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എല്ലാം കൂടി വെച്ച് തീർക്കോ ഈ പറയാൻ പറ്റാത്ത മൊത്തം? മമ്മി പറ എന്തോ വേണ്ടത്? ഫ്ലൈറ്റ് ടിക്കറ്റ് വിടണോ? ആ മനസ്സിലായി. അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന്. അല്ല അത് അന്ന് പറഞ്ഞു വിട്ടപ്പോ അവര് കേസ് കൊടുത്തിട്ട് ഹൈമേനെയാണ് പറഞ്ഞു വിട്ട്. അവര് കേസ് കൊടുത്ത് കോംപ്രമൈസ് ആയിട്ട് തിരിച്ചു വന്ന്. ഇപ്പൊ വീണ്ടും നമ്മൾ കോംപ്രമൈസ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് ഇരിക്കണം നല്ലത്. ആവാം നമുക്ക് ആക്ഷൻ എടുക്കാം. ഹൈമ ഒരു മിനിറ്റ്, രാംകുമാർ പറയണ സത്യം തന്നെയാണ്. ഇപ്പൊ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇല്ലേ? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇനി ഇതിനേക്കാൾ വലുത് അവർ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനാ നല്ലത്. അതാണ് അത് നമുക്ക് ആലോചിച്ച് പിന്നെ എന്തെങ്കിലും വെച്ച് ചെയ്യാം, എന്തെങ്കിലും വഴി കാണും അല്ലേ? എന്തായാലും ഒരു വഴി കാണും. ഇപ്പൊ ഇത് ഇങ്ങനെ പോട്ടെ, അതാ നല്ലത്. അല്ല ശബ്ദം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം സമാധാനം ഉണ്ടായിരുന്നു. അല്ല 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 അത് വെറുതെ തമാശക്ക് സ്നേഹം കൊണ്ട് പറയണതാ. സ്നേഹം കൊണ്ട് പറയണതാ. നോക്കി മുഖത്തോക്കി ചിരിച്ചിട്ടല്ലേ പറയണേ. ഒരു വിധത്തില നീലുമ്പോ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് ഇനി എല്ലാം കൂടെ തുടങ്ങും പപ്പ ഒരു സൈഡിൽ. ഇല്ല ഞാൻ എന്റെ വാക്ക് തരുന്നു. ഹലോ പഠിത്തമൊക്കെ എങ്ങനെ പോണ്? ഞാനെങ്ങനെ പഠിക്കാനാ? ഇവരുണ്ടോ എപ്പോഴും അടി? അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ പഠിക്കാനാ? അത് ശരിയാണല്ലോ. നിങ്ങൾ ഈ കൊച്ചിന്റെ മാർക്കില്ലാത്തതിന് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊച്ച് നന്നായിട്ട് പഠിക്കണമെങ്കിൽ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സമാധാനം കൊടുക്കണ്ടേ? നിങ്ങൾ അടി കൂടിക്കൊണ്ടിരുന്ന അവളെങ്ങനെ പഠിക്കണേ? ഇല്ല ഇനി ഉണ്ടാവില്ല. നീ അടി കൂട്ടല്ലേ? അപ്പൊ അതെ ഓക്കെ, നീ നന്നായിട്ട് പഠിക്ക്, നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ? കണ്ടാവൻ ഞാൻ പോട്ടെ എന്നാ. താങ്ക് യു നീലു. ഓക്കെ താങ്ക്സ് ഒന്നും വേണ്ട. ശരി. എന്താ ഇല്ല ശബ്ദം തിരിച്ചു വരുമ്പോഴുള്ള കാര്യം ആലോചിച്ചതാ. വിളിക്കണോ? അയ്യ വേണ്ട. ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നേ. എന്റെ ഇത് വിസാഖിന്നില്ല കൊണ്ടെന്നുള്ള രാവിലെ വലു സൂക്ഷ്മ വിളിക്കണമെന്നേ. എന്തിന് വെറുതെ വിളിക്കണ? നല്ല വിളിക്കണ എന്നെ കൂടെ വല്ലതും പറയിപ്പില്ല. ആ മേശക്കകത്തുണ്ട് ഞാൻ ആ ഫയൽ വെച്ചേക്കണത്. രാവിലെ ഓഫീസിൽ പോകുമ്പോ കൊണ്ടുപോകേണ്ടതാ. അത് ഞാൻ എന്തിനോടി മേശ തുറക്കണ്ടേന്ന്. ഒരു കാര്യം ചെയ്യ്, ആ മേശ എടുത്തോണ്ട് ഓഫീസിൽ പോ. കേക്കല്ലേട്ടാ, ഇത്ര നേരം കൂളായിട്ട് നിന്നതാ. എനിക്ക് മേശ ഫയൽ എടുത്തോണ്ട് രാവിലെ ഓഫീസിൽ പോവാൻ. ഇടേ താക്കോല പൊട്ട ചെറുക്കനെ കൊടുത്തേ. അതൊന്നും എനിക്കറിയാം. നിങ്ങൾ അടുത്ത് ഞാൻ താക്കോല് ഏൽപ്പിച്ചെന്തിനാ? ആ ബെഡിന്റെ അടുത്തോട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ? അവിടെ എന്താ വെക്കണ്ട അവരെ കൊണ്ട് ഏൽപ്പിക്കാൻ പോയത്? അവൻ തൊട്ടടുത്ത് നിൽക്കാൻ, അതുകൊണ്ട് ഞാൻ അവന്റെ കൊടുത്ത് മക്കളെ അവിടെ വൈകിടാന്ന് പറഞ്ഞു. ബാലു നിങ്ങൾ അവന്റെ അടുത്തൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വെളിവിലെ എവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവന്റെ തല കൊണ്ട് വെക്കാൻ നിൽക്കണെന്തിനാ? എടീ വെളിവില്ലാത്ത എനിക്കല്ല, അവനാണ് ഏത് സമയം മൊബൈലിൽ കുത്തി കളിച്ചോണ്ട് അവൻ നടക്കും. എന്തെങ്കിലും അവനൊരു കാര്യം ചോദിച്ചാൽ അവൻ മൊബൈൽ നോക്കിക്കൊണ്ട് ഉത്തരം പറയാറുള്ളൂ. അങ്ങനെ ഒരുത്തരം ബോധം ഇല്ല അവൻ. അവന്റെ പോയി ചോദിച്ചു നീ. എനിക്ക് അതെന്നറിയാൻ നിൽക്കണം. എനിക്ക് നിങ്ങൾ താക്കോൽ എന്നാ മതി. ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ താക്കോൽ എന്നത്. എനിക്ക് നിങ്ങൾ താക്കോലരാ. എനിക്ക് ആ മേശ ഞാൻ ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കണ്ടേ രാവിലെ. തൊണ്ട ഒരു കാര്യം ചെയ്യ്, അതാ വെട്ടോത്തിയ കോടതി ഞാൻ വെട്ടിപ്പോളന്ന് വയലെടുത്ത് തരാം. അല്ല പരീക്ഷിക്കല്ലേട്ടാ. അവൻ അവൻ തുണി എഴുതാനായിട്ട് അപ്പുറത്തോട്ട് പോയിരുന്നു. അവൻ്റെ അടുത്ത് പോയി ചോദ്യം മര്യാദയ്ക്ക് ഓർത്ത് എടുക്കാൻ പറ. അല്ല ഞാൻ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ചോദിക്കണേ. ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ചാവ? ഇല്ല ഞാൻ ചോദിക്കണില്ല. എനിക്ക് നിങ്ങൾ ചാവ എന്നാ മതി. എടി പോയി ചോദി. ഞാനെന്തിനാ അവന്റെ അടുത്ത് ചോദിക്കണേന്ന്? പൊടി ചോദിക്കോനെ. ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറ. ചേട്ടാ എന്റെ കൂടെ അലക്കി. ഇവിടെ എന്റെ തന്നെ അലക്കണ പാടെ എനിക്കറിയാം. ഇത്ര അലക്കണമല്ലോ, നേരത്തെ അലക്കിയാ മതിയായിരുന്നു. ചാവി എടുക്ക്. എന്തോന്നു ചാവി എടുക്കടാ. എന്റെ പൊന്നിത് വല്ലാത്ത കഷ്ടമല്ല അമ്മ. ഞാൻ എത്ര പറഞ്ഞമ്മ ഞാൻ ചാവി എടുത്തിട്ടില്ലെന്ന്. എടാ അച്ഛൻ ഇത്രയും തറപ്പിച്ച് പറയുമ്പോ നിന്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടാവും. എനിക്കിപ്പോ അതൊന്നും അറിയണ്ട. എനിക്ക് കിട്ടിയാ പറ്റുള്ളൂ. ഞാൻ ചാവി എടുത്തിട്ടില്ല. അമ്മ എന്തിനാണ് ഈ പറയണത്? ഞാൻ രാവിലെ ഒരു പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ചാവി എടുത്തിട്ടില്ലെന്ന്. പറയണ കേട്ട് കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ഓർമ്മ, എനിക്ക് ഓർമ്മയില്ലാത്ത പോലെയാണല്ലോ. അമ്മ എനിക്ക് എത്ര വയസ്സായമ്മ? 17 വയസ്സായി. 17 വയസ്സ്. ഞാൻ എത്ര പിള്ളേർ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടോ നമുക്കറിയാല്ലേ.
അവിടെ പഠിപ്പിക്കാൻ എനിക്ക് ബുക്ക് പോലും വേണ്ട. ബുക്ക് ഉള്ളത് മൊത്തം മനപ്പാടമാണ്, മനപ്പാടം. അത്ര ഓർമ്മശക്തിയാണ്. എന്നോടാണ് വന്ന് പറയണത്, അയ്യോ 1.5 മണിക്കൂർ ഞാൻ എസ്സേ പറഞ്ഞ് എന്നിട്ട് നിനക്ക് ചാവി എന്നിട്ട് നീ കണ്ടില്ലല്ലോ എന്ന്. എന്താ വിചാരിച്ചേ? പണ്ട് പോലത്തെ ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാന്നാ? പണ്ട് വിളിച്ചോണ്ടൊരു കേച്ചു എന്ന് ഇപ്പോഴും അതേപോലെ വിളിച്ചോണ്ടത്. 17 വയസ്സായമ്മ, 17 വയസ്സ്. കണ്ടാ മീശ ഉണ്ടാ മീശ. അതിനുള്ള ഓർമ്മശക്തി എനിക്ക് പിന്നെ കാണൂലേ? അമ്മ എന്തിനു വിചാരിച്ചത്? ഇപ്പോഴും വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പറയാനുള്ളൂ ഞാൻ പറയും. അപ്പം 6 മുഖത്ത് നോക്കിയിട്ടായാലും ശരി തന്നെ ഞാൻ പറയും. അച്ഛനറിയാല്ല, അച്ഛൻ്റെ മോനാണ് ഞാൻ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയാനുള്ള മുഖത്ത് നോക്കി ഞാൻ പറയും. ഇത്രയും പ്രായമായില്ല അച്ഛാ, അതുകൊണ്ട് മറവി വരും. അല്ലാതെ പിന്നെ കൊച്ചു പിള്ളേർക്ക് ഓർമ്മയില്ല. ഇത്രയും പ്രായമായിട്ട് അച്ഛൻ ഇത്രയും ഓർമ്മ. എപ്പോഴും കഷ്ടം തന്നെ, എപ്പോഴും കഷ്ടം തന്നെ. എപ്പോഴും നമ്മളോട് മാത്രം കിടന്ന് മൂന്ന് ദിവസം മുമ്പ് മറ്റേ എടുത്തപ്പോളേ അച്ഛൻ എൻ്റെ അടുത്ത് തന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വെക്കാൻ വെച്ചില്ല, പോക്കറ്റിലോട്ട് ഇങ്ങനെ ഇട്ട്. ഒരു മിനിറ്റ്. യവൻ എന്നോട് കണ്ടു ഒന്നും അറിയ പണവനാ എന്താ ഭയങ്കര ഓർമ്മ. എങ്ങനെ ഓർത്തില്ല. നമ്മളെ വല്ല ഓർമ്മ ഉണ്ടാ?